ഹലോ, ജോനതൻ സർ. ആമാ സർ, മലയാളം കുറച്ച് ഓക്കിയതാ. ஆமா, நாங்கள் கோடவுன்ல இருக்கு. நீங்கள் சொன்ன மாதிரி அவன் വലിയ பிரச்சனைக்காரனொன்னும் அல்ல சார். ரொம்ப ஈஸியா இருந்துடுச்சு. அவனோட ரேட் எவ்வளோ? கடவுளே, அவ்வளோமா? நான் சொன்னல, அவன் பாக்குற மாதிரி நிஸ்சாரமான ஆளே இல்ல. அவனோட தலைக்கே 2 கோடி. 2 கோடியா? ஆமா. அதே சார், நீங்கள் பயப்பட வேணாம். அவனை நாங்கள் செயலில் கட்டிட்டுண்டு. நீங்கள் இப்போ வருவோம். ஓகே சார், அது வர அவனை நான் பாத்துக்கிறேன். பை சார். 夜莺一阳之味道，仔细东来。I'm okay. It's Amal. അവനാ നമ്മൾ ഒറ്റിയെ. ബാക്കി നീ ഹാൻഡിൽ ചെയ്തു. കറക്റ്റ്. നീ എന്ന നാട്ടിലേക്ക് ഉടനെ വരും. അതിനു മുമ്പ് ഇവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് പണിയുണ്ട്. ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ? ആ ഗ്രൗണ്ടിന്റെ അവിടെ നല്ല മുട്ടൻ അടി നടക്കുന്നു. ഈ കൂട്ടത്തിൽ അലനാരാ? ഞാനാ. എന്തു വേണം? ഒന്ന് യവന്മാര് സമ്മതിക്കില്ല. Stop it! I said stop it! ഒരു വൈബായി വന്നതാ. ആ പണ്ടാരം കാലമാടുന്നത് നശിപ്പിച്ച്. അല്ലേലും പണ്ട് അങ്ങനെ. എന്താ പ്രശ്നം? ഇവിടെ എന്താ നടന്നേ? നമ്മുടെ RRR ടീം ആലനാൻക്ക് അങ്ങനെ ഇട്ടൊന്ന് പൂശിയതാ. എന്തിനാ? അത് പറയണേ, ഒരു ഫ്ലാഷ് ബാക്ക് വരെ പോണം. നീ ഒന്നവിടെ നിന്നേ. നീയാണോ ഈ പറഞ്ഞിട്ട് റയാൻ? ഞാൻ പറഞ്ഞിട്ട് റയാനാണോ എന്നറിയില്ല, പക്ഷെ എന്റെ പേരും റയാനൻ തന്നെയാ. തമാശ വേണ്ട. നീ ഗേ ആണ്? ഹാ, അല്ല, അങ്ങനെ ഒരു കറക്കക്കമ്പി കേട്ടു. എന്താടാ, അത് ശരിയാണോ? എക്സ്ക്യൂസ് മീ, എന്താ ഇപ്പൊ പറഞ്ഞേ? എന്റെ ഒന്നോ, ഞാൻ പറഞ്ഞത് കേട്ട് നീ ചൂടാവാനൊന്നും നിക്കണ്ട. ഞാൻ നിന്റെ ഈ പേര് പറഞ്ഞ് കളിയാക്കാനോ പുള്ളി ചെയ്യാനോ വന്നതല്ല. പകരം ഒരു ഓഫർ തരാൻ വന്നതാ. എന്തോഫർ? അല്ല, നിനക്ക് കൂടെ കിടക്കാൻ ആളെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി. ചേട്ടൻ എപ്പോഴും റെഡിയാ. ചേട്ടൻ മാത്രല്ല, വേറെ കുറെ ചേട്ടന്മാരും ഉണ്ട്. അപ്പൊ ശരി എന്നാ, ചേട്ടനങ്ങ് പോവാ. ആവശ്യമുണ്ടേ കൂട്ടനങ്ങ് വിളിച്ചേരെ, നമ്മക്ക് കാണണം. ശരി, അപ്പൊ അതാണല്ലേ സംഭവം? അതേനെ, അവന്മാര് ചോദിച്ചു വാങ്ങിയതാ. അല്ലേലും റയാൻ RRR ടീമിലുള്ളതാണെന്ന് അറിഞ്ഞിട്ടും അവനെ ചൊറിഞ്ഞ അലനീതി കിട്ടിയില്ലേ അത്ഭുതമുള്ളൂ. അല്ല ചേച്ചി, എനിക്കൊരു ഡൗട്ട്. ചോദിച്ചോളൂ.
ഡൗട്ടുകൾ വളരെ വളരെ നല്ലതാണ്. വന്നപ്പോ തൊട്ട് കേൾക്കുന്നു ഈ RRR. അതെന്താ സംഭവം? മോള് ഫസ്റ്റ് ഇയർ ആയിരിക്കും അല്ലേ? അതെ, ഫസ്റ്റ് ഇയറാ. മൈസെൽഫ് ആരുഷി പണിക്കർ. എനിക്ക് തോന്നി ഫസ്റ്റ് ഇയേഴ്സ് മാത്രമേ RRRനെ പറ്റി ചോദിച്ചോണ്ട് വരും. ഞങ്ങളൊക്കെ സീനിയേഴ്സാ, തേർഡ് ഇയേഴ്സ്. മോക്ക് അവരെ പറ്റിയല്ല അറിയണ്ടേ? ജിസു കുട്ട പറഞ്ഞുകൊട്. ഓ അതിനെന്താ, ഞാൻ പറയാലോ. അപ്പൊ RRRനെ പറ്റി പറയാനാണേ ഞാൻ അടുത്ത ഫ്ലാഷ് ബാക്കിലേക്ക് പോവേണ്ടി വരും. എന്റെ പൊന്നു ജിസു, നീ നിന്റെ ഒരു ഫ്ലാഷ് ബാക്കും മര്യാദക്ക് സംഭവം സിമ്പിൾ ആൻഡ് ഷോർട്ട് ആക്കിങ്ങ് പറ. ഓ എന്നാ അങ്ങനെ ആവട്ടെ മേഡം. ഓക്കെ, അപ്പൊ RRR റോഷൻ, ഋത്തിക്, റയാൻ, ഈ ത്രിമൂർത്തികൾക്ക് നമ്മളുടെ കോളേജ് എസ്പെഷ്യലി ഞാനിട്ട പേരാണ് RRR. വെറൈറ്റി അല്ലേ? അല്ല ചേച്ചി, ഇപ്പോ R for റോഷൻ, R for ഋത്തിക് ആൻഡ് റയാൻ. ഈ റയാൻ എവിടെ? നീ തൂക്കി കയറി വെടിവെക്കല്ലേ വെച്ച് അവളെ ഒന്ന് പറയാൻ അനുവദിക്ക്. ജിസു, യു ക്യാരി ഓൺ. ഓക്കെ, കം ടു ദ പോയിന്റ്. റോഷൻ, ഋത്തിക്, റയാൻ. എന്റെ പൊന്നു ജിസു, ഇത് ഇൻട്രോ പാട്ടാണ്, നീ ഒന്ന് സ്പീഡാക്കോ? ഓക്കെ, അപ്പൊ ചെസ് നമ്പർ 1, റോഷൻ വർഗീസ് ഓൺ സ്റ്റേജ്. കാതൽ സംഗതി சொல்வேனே அங்கச்சிலை போல் வந்து மனதை தவிக்க வைப்பேனே. ഒരു പെർഫെക്റ്റ് പ്ലേ ബോയ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിന് വാക്കേ അല്ല വേണ്ട, പറയുന്നില്ല. ഈ പാട്ട് കേട്ടിട്ടില്ലേ? Cute for me. I had one girl, too boring. Two girls, that was cool for me. Three girls, damn, dude's horny. Four girls, okay, now you horny. ചേച്ചിമാർ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. സാറേ, അപ്പൊ നമ്മള് റോഷനെ പറ്റി പറഞ്ഞു വരുമ്പോ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയി. പക്ഷെ അതുകൊണ്ട് ചേച്ചി കൊഞ്ചിച്ച് വളർത്തിയ ഒരു മുതലാണത്. നല്ല കൂത്ത കാശും നിയന്ത്രിക്കാൻ ഒരാളില്ലാത്ത ജീവിതം. അയച്ചുവിട്ട കാളേനെ പോലെ അവനങ്ങനെ നടന്നു, ഇപ്പോഴും നടക്കുന്നു. ഈ റോഷൻ എന്ന് പറയുന്നത് അടി, ഇടി, വെട്ട്, കുത്ത്, കുടി, വലി, പെണ്ണ് എന്നു വേണ്ട ഒരുമാതിരി എല്ലാവിധ തെണ്ടിത്തരങ്ങളുടെയും കൊളാബറേഷനിൽ റിലീസ് ചെയ്ത ഫൈനൽ പ്രോഡക്റ്റ് ആണ്. But not the point. Roshan is a complete straight guy. അതുകൊണ്ട് ഗെയ്സ് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. കർത്താവിന് സ്തുതി. ഓക്കെ, നെക്സ്റ്റ് ചെസ് നമ്പർ 2, ഋത്തിക് അഗർവാൾ. Попробуй попробуй чага, попробуй мне это надо. Опять мне кажется, что кружится голова. Мы мармеладами. Ritwik is a rich, spoiled brat. അപ്പൊ അതും പോക്കേഴ്സ് ആണല്ലേ? ചോദിക്കാനുണ്ടോ? ഓഫ് കോഴ്സ് ആണ്. ഈ കോളേജ് അവന്റെ അപ്പന്റെ വകയാ. അതുകൊണ്ട് അവന് റോഷന് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് ഒരു വേണ്ടിയും ചോദിക്കാൻ ചെല്ലില്ല. പക്ഷെ ഇത്രയൊക്കെ വലിയ സംഭവമാണില്ല, അവൻ അതിൻ്റെതായ യാതൊരുവിധ ജാടകളുമില്ല. അതെ, എസ്പെഷ്യലി പെൺപിള്ളേരുടെ അടുത്ത് അത് തീരെയില്ല. അതെന്നാ? അവൻ ഒരു ഗിരിരാജൻ കോഴിയാണ്. നോ, ഗിരിരാജൻ കോഴിയൊക്കെ ഒരു കോളേജ് ഉണ്ട്, അവിടുത്തെ പ്രൊഫസർ ആണവൻ. നോ 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 നോ, അവിടുത്തെ പ്രിൻസിപ്പാൾ ആണവൻ. അല്ലല്ല, അതിന്റെ ഫൗണ്ടർ ആണ് അവൻ. അവൻ വായി നോക്കാത്ത ഒരു ടീച്ചർ, ഒരു സ്റ്റുഡന്റ്, എന്തിന് ഒരു സ്വീപ്പർ പോലും ഈ കോളേജിൽ കാണൂല. ഡിഡിഡിഡി അത്രയ്ക്കൊന്നും ഇല്ലാട്ടോ. സംഭവം വൃത്തി കോഴിയൊക്കെ ആണെങ്കിലും അവൻ ഇതുവരെ ഒരു പെൺകൊച്ചിനോടും മിസ്ബിഹേവ് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ പോക്കേഴ്സ് ആണെങ്കിലും നല്ല ഗുണങ്ങളുണ്ടല്ലേ? ആ, അതൊക്കെയുണ്ട്. പിന്നെ നമ്മുടെ ഋത്വിക് കോഴിയാണേല് സിംഗിൾ ആണ്. അല്ലെങ്കിൽ ഇവനൊക്കെ ആര് പെണ്ണു കൊടുക്കാനാ? പിന്നെ ഋത്തിക്ക് ബയ്യാണ് ട്ടോ. ബയ്യോ? ഓ, എന്റെ കൊച്ചി ബൈസെക്ഷുവൽ. ഓ അങ്ങനെ. ശേ, എന്നിട്ട് സിംഗിളാ? ആ, അതിനും വേണം ഒരു ഭാഗ്യമൊക്കെ. ഓക്കെ, ചെസ് നമ്പർ 3, റയാൻ. ഇവന്മാര് രണ്ടുപേരും
നിന്നും റയാൻ നല്ല ഡിഫറെന്റ് ആണ്. റോഷന് മാൻ പവർ ആണേ, ഋത്വിയുടെ പവർ അവന്റെ സോഷ്യൽ സ്റ്റാറ്റസാ. പക്ഷെ റയാന്റെ പവർ അവന്റെ ബുദ്ധിയാണ്. കോളേജ് ടോപ്പർ, പങ്കെടുക്കുന്ന എല്ലാ മത്സരത്തിലും ഫസ്റ്റ്, ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ, കോളേജ് സിംഗർ, ഡാൻസർ. മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞ ഒരു സകലകലാ വല്ലഭൻ. ഈ റയാനും ആളെങ്ങനെയാ? ഇവരെ പോലെ തന്നെയാ? ഉഡായിപ്പ? ആബ്സല്യൂട്ട്ലി നോ. കാണാൻ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ഉണ്ടെങ്കിലും ആള് വെരി ഡീസെന്റ് ആണ്. ഓഫ് കോഴ്സ്, ആ കൂട്ടത്തിൽ ഡീസെന്റ് ആയിട്ടുള്ളത് അവൻ മാത്രമേ ഉള്ളൂ. അവൻ എങ്ങനെ അതിൽ വന്ന് പെട്ടു എന്നുള്ളത് ഇന്നും ചുരുളറിയാത്ത രഹസ്യമാണ്. ആൻഡ് ഓൾസോ ഹീസ് ആൻ ഓർഫൻ. ഐ സീ. റയാനെ പറ്റി പറയാനാണേണ്ടല്ലോ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ അതെ അതെ. പിന്നെ ആക്കൊരു ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അതാരാ? ബോയ് ഫ്രണ്ട് റിവ്യൂലൊക്കെ നമുക്ക് പിന്നീടാവാം. മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞ റയാൻ ദ ഇന്റലിജന്റ് വൺ, ഋത്വിക് ദ റിച്ച് വൺ, റോഷൻ ദ പവർഫുൾ വൺ. ഇവര് 3 പേരും ഒന്നിക്കുന്നതാണ് ദി ആർ ആർ ആർ. മോണെ ജാട പച്ചയാ ജാട പുച്ഛമാണ് പോട ഒന്നിടഞ്ഞു നോക്കണ ജാട ചുറ്റുമെന്ന് സൂയ വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാ. അല്ല, ഇവിടെ ഇതും പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? ബാക്കി സ്റ്റോറി കാണണ്ടേ? കം ഓൺ ഗൈസ്. വേണ്ട വേണ്ട നോക്കുമ്പോ തലേ കയറി ഇറങ്ങുന്നോ? എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? നിങ്ങളൊക്കെ എന്തിനാ കോളേജിൽ വരുന്നേ? പഠിക്കാനോ അതോ ഗുണ്ടായിസം കാണിക്കാനോ? പുതിയ സെമ്മ് തുടങ്ങിയില്ല, അതിനുമ്പേ റോഷന്റെ അടിപിടി കേസ് ടേബിളിലെത്തി. നിനക്കൊക്കെ ഒന്ന് നന്നായി കൂടിന്റെ റോഷ. അല്ല, അവനെ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കണക്കാ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം അങ്ങ് തീരുമാനാക്കി. 6 മാസം സസ്പെൻഷൻ. എക്സ്ക്യൂസ് മീ സർ. ആ, എന്താ വരാത്തെന്ന് ഞാൻ ആലോചിച്ചിരിക്കുവായിരുന്നു. സർ അത് ഇവന്മാരുടെ വക്കാലത്തായിട്ട് എത്തിയതായിരിക്കും അല്ലേ? സർ സംഭവം എന്താണെന്ന് വെച്ചാല് റയാൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. കോളേജിന്റെ റെപ്യൂട്ടേഷനെ പറ്റി ഞാനായിട്ട് റയാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നിട്ടും ഇവന്മാരുടെ വക്കാലത്തുമായിട്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങെത്തും. ഈ പ്രാവശ്യം റയാന്റെ വാക്ക് കേട്ട് ഇവന്മാരെ വെറുതെ വിടുന്ന പരിപാടിയില്ല. സർ ഇവിടെ ഇപ്രാവശ്യം വ്യത്യാസമാണ്. ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ഓ, എല്ലാ പ്രാവശ്യവും പുതിയ പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ റയാൻ, ഞാൻ പറഞ്ഞു നിന്നോടുള്ള കരുതലിൽ മാത്രമാണ് ഞാൻ ഇവന്മാരോട് ഇത്രയും നാള് ക്ഷമിച്ചേ. പക്ഷെ ഇപ്രാവശ്യം അത് നീ പ്രതീക്ഷിക്കേണ്ട, നടക്കില്ല. 6 മാസം സസ്പെൻഷൻ ആൻഡ് ഇറ്റ്സ് ഫൈനൽ. അതെങ്ങനെയാ സാറേ ശരിയാവുന്നേ? അയ്യോ, സാറെന്താ എവിടെ? എന്റെ പിള്ളേരെ താനിവിടെ ചോദ്യക്കൂട്ടിലിട്ട് വിചാരണ ചെയ്യുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റണ്ടല്ലോ. ശരിക്കും ഞാൻ വന്നു എന്നല്ല, താൻ വരുത്തി എന്ന് പറയണം. ഋത്തിക്കേ, നിന്റെ അപ്പം വന്നപ്പോ തൊട്ട് മാസാണല്ലോ. അല്ലേലും അങ്ങനെപ്പോഴാണ് മാസല്ലാത്ത. സാറിന് ആക്ച്വലി ഞാൻ വന്ന് കാണാനിരിക്കുമായിരുന്നു. പിള്ളേരുടെ പരിധി കഴിഞ്ഞു സാർ. എല്ലാ പ്രാവശ്യവും കണ്ണടയ്ക്കാൻ വയ്യ. ഇവന്മാർ എന്ത് തെറ്റ് ചെയ്യുമെന്നാ താനീ പറയുന്നേ? നമ്മുടെ കോളേജിൽ സെക്ഷലി ഹറാസ്ഡ് ആയ ഒരു സ്റ്റുഡന്റിന് വേണ്ടി ചോദ്യം ചെയ്യാൻ പോയതാ. പിന്നെ കോളേജ് പിള്ളേരല്ലേ, അങ്ങനെയുള്ള ജനപന്മാരോടൊക്കെ സംസാരിക്കുമ്പോ 1-2 എണ്ണം കൊടുത്തു എന്ന് വരും. പക്ഷെ സസ്പെൻഷൻ, അതെങ്ങനെയാ പ്രിൻസിപ്പാളെ ശരിയാവുന്നേ? ഹരാസ് ചെയ്തു എന്നുള്ള പരാതി കിട്ടിയിട്ടും അവന്മാർക്കെതിരെ നടപടി എടുക്കാത്ത തന്നെയല്ലേ ഞാൻ പിടിച്ചു വിടണ്ടേ? എന്തേ അല്ലേ? മോനെ റയാനെ, നീ എപ്പോഴാ കംപ്ലൈന്റ് കൊടുത്തേ? ഇന്നലെ ഉച്ചയ്ക്കാണെങ്കിൽ. ഇന്നലെ ഉച്ചയ്ക്ക്. ഇപ്പോ സമയം 11:30. 24 മണിക്കൂർ ആവാറായവടാ. ഒരു 1 hour കൂടി കഴിഞ്ഞാ ആകുമെങ്കിൽ. അപ്പൊ 23 മണിക്കൂറായിട്ടും ആ പരാതിക്ക് നടപടി ഒന്നും ആക്കാതെ തന്നെ എന്താ ചെയ്യണ്ടേ? സോറി സർ, ഞാനതൊരു ആൺകുട്ടി ആയോണ്ടാ. അതെന്താ, പെൺകുട്ടികൾക്ക് മാത്രമേ ഹരാസ്ഡ് ആകാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇവന്മാരെ പോലെ ചോദിച്ചു തീരാത്ത ആൾക്കാർക്ക് ആണ് പെണ്ണു എന്നുള്ള വേർതിരിവൊന്നും ഇല്ലടോ. അതുകൊണ്ട് അതിനുള്ള ആക്ഷൻസ് ആദ്യം എടുക്കും, എന്നിട്ടാവാം എന്റെ പിള്ളേരുടെ നെഞ്ചത്തേക്ക് കയറുന്നത്. ഓക്കെ സർ, അവർക്കുള്ള സസ്പെൻഷൻ ലെറ്റർ ഇപ്പൊ തന്നെ തയ്യാറാക്കിയേക്കാം. സസ്പെൻഷൻ മാത്രം പോരല്ലോ പ്രിൻസിപ്പാളെ.
ഡിസ്മിസ് ചെയ്യാം സർ. ഡിസ്മിസോ? സർ, എനിക്കൊരു തെറ്റ് പറ്റിയത് സർ, തിരുത്താനൊരു അവസരമെങ്കിലും. തെറ്റാ? ഇതിനൊക്കെയാണോടാ തെറ്റെന്ന് വിളിക്കുന്നത്? പൃഥ്വി, അപ്പൊ സാറേ ഇത് സാറ് ഹാൻഡിൽ ചെയ്തു. എന്റെ പിള്ളേരെ കൊണ്ട് ഞാനങ്ങ് പോവാ. പിന്നെ ഇവന്മാരുടെ തന്തയും തള്ളയും വരുമ്പോ പിള്ളേരെ ഇങ്ങനെ വളർത്തണം എന്നൊരു ക്ലാസ് കൊടുത്തിട്ട് ഡിസ്മിസ് ചെയ്താൽ മതി. പ്രയോജനമൊന്നും കാണില്ല, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. ഡാഡ്, 1 minute. അപ്പൊ റയാനെ, ഓണേനും വന്ന് ഇഞ്ചു വക മധുര പലഹാരം കൊടുക്കണ്ടേ? ഓഫ് കോഴ്സ് വേണം. മധുരം കൊടുക്കാണ്ട് നമുക്ക് എന്താ ആഘോഷം? അപ്പൊ എല്ലാം മംഗളമായോണ്ട് ഞാനും എന്റെ പിള്ളേരും അങ്ങ് പോവാ. ഇനി ഇതുപോലത്തെ കേസിന് ദയവ് ചെയ്ത് ഞാൻ വരേണ്ട അവസരം താൻ ഉണ്ടാക്കരുത്. ഇല്ല സർ, ഞാൻ ശ്രദ്ധിച്ചോളാം. അതാ തനിക്ക് നല്ലത്. വട പിള്ളേരെ, പോവാ. എന്റെ പൊന്നു ഡാഡ്, ഓടി ചടക്കി. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവന്മാരൊന്ന് കോളേജ് വെച്ച് ഡീൽ ചെയ്യില്ലെന്ന്. നമ്മുടെ ഗോഡൌണിൽ വെച്ചങ്ങ് തീർപ്പാക്കിയാൽ മതിയെന്നേ. അങ്ങനെ ഞാനൊരു പാർട്ടി കൊടുക്കാനും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ആഗ്രഹമില്ലഞ്ഞിട്ടല്ല അങ്കിൾ, കോളേജ് മുഴുവൻ ആ കാഴ്ച കാണണമായിരുന്നു. ഇനി റയാന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വല്ലതും പറയണതിന് മുമ്പ് അവന്മാരൊന്ന് ആലോചിക്കണം. അത് ശരിയാ. എന്നാലും റിയാനെ അപ്പൊ തന്നെ പറഞ്ഞ അമ്മമാരുടെ കരണം നോക്കി അങ്ങ് പൊട്ടിക്കേണ്ടതായിരുന്നു. അങ്കിൾ, അവന്മാരെന്തെങ്കിലും ചെയ്തെങ്കിൽ നമ്മളും അതേ സ്റ്റാൻഡേർഡിൽ തന്നെ റിപ്ലൈ കൊടുക്കണം നിർബന്ധമുണ്ടോ? ഞാൻ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്തു, അതല്ലേ ചെയ്യണ്ടേ? എന്റെ പൊന്നങ്കിൾ, ആരെയാ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നേ? ഇപ്പൊ ഈ അടി ഉണ്ടാക്കിയാണ് ഞങ്ങളെ ചീത്ത പറയാൻ നിൽക്കും അവൻ. അതെ, സാറിപ്പൊ ലെക്ചറുണ്ട്. നിങ്ങൾ കടി ഉണ്ടാക്കാനോ ഒരു കാരണമില്ലാഞ്ഞിട്ടാണ് എന്റെ പേര് തുടങ്ങിയതും പറഞ്ഞത്. ആ, അത് തന്നെയായിരിക്കും ചോദിക്കാനുള്ള. ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇവന്മാർ അടി ഉണ്ടാക്കുമല്ലേ അങ്കിൾ? അങ്കിളും കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് പ്ലീസ്. അത് വിട, കഴിഞ്ഞത് കഴിഞ്ഞു. എന്നാ വേഗം പറഞ്ഞത് കേട്ടല്ലോ. ഇനി കോളേജിൽ ഒരു അടിപിടി പോലും ഉണ്ടാവാൻ പാടില്ല. ഡാഡ്, എടാ, കോളേജിൽ വെച്ച് വേണ്ടാന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പറ, അല്ലാണ്ട് ചങ്കി കൊടുന്ന് ഉറപ്പാനൊന്നും പറയില്ലേ. വേറെ കാക്ക നന്നായെന്ന് ഓർത്തു. അയ്യോ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളോട് അതിന് നേരെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അടി കഴിഞ്ഞെല്ലാം ക്ഷീണിച്ചാ വരണേന്നും പറഞ്ഞ് അവൾ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങ് എത്തിയേക്കാം, നിങ്ങളില്ല. എനിക്ക് ഒരാളെയും കൂടി കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ബൈ. അപ്പൊ ശരി അങ്കിൾ. പിന്നെ കുറച്ച് ബോൾഡ് ആവണം കേട്ടോ. നമ്മൾ ബുദ്ധി കൊണ്ട് അങ്കിൾ കളിക്കണ്ടേ, അല്ലാണ്ട് വയലൻസ് എപ്പോഴും ഒരു പരിഹാരമല്ല. ആയിക്കോട്ടെ. ആ പിന്നെ റോഷ, എന്താ അങ്കിൾ? ഡെയിൻ വിളിച്ചായിരുന്നു. ചേച്ചി നല്ല ടെൻഷനില്ല, ഒന്ന് വിളിച്ചേരെ. ഓ, ഈ ചേച്ചിയുടെ കാര്യം ഞാൻ വിളിച്ചേക്കാം അങ്കിൾ. അപ്പൊ ബായ് മക്കളെ, നമ്മൾ വീട്ടിലേക്ക് വിട്ടോ. അയ്യോ അമ്മ, എനിക്ക് മതിയായി. അയ്യോ, അങ്ങനെ അങ്ങ് നിർത്തില്ലേ അമ്മ, കുറച്ചുകൂടെ അങ്ങ് വിളമ്പിക്കൊടുക്ക്. രണ്ടുപേരും പണിയെടുത്ത് ക്ഷീണിച്ച് വന്നേക്കുന്നതാ. ആടാ, നിനക്ക് വേണ്ടി അടിയുണ്ടാക്കിട്ട് ഞങ്ങളിത് തന്നെ നയിക്കണം. അമ്മ ചിക്കൻ കറി ഒഴിച്ചേ. ഞാൻ പറയുന്നതിലും കാര്യമുണ്ട്. അത് ശരി, അമ്മ ഇപ്പൊ അവന്റെ സൈഡായ. അല്ലേലും അമ്മ എന്റെ സൈഡാ. ഈ പക്ഷപാതിത്വം എനിക്കങ്ങ് തീരെ പിടിക്കുന്നില്ല. എനിക്ക് നീ തോന്നി പോലെ. എന്നാലും പൊടിക്കൊരിഷ്ടം എന്നോട് അല്ലേ അമ്മ? അയ്യടാ, അതൊന്നുമല്ല, അമ്മയുടെ ഫേവറേറ്റ് ഞാന്. അപ്പൊ ഞാനല്ലേടി എന്റെ ഫേവറേറ്റ്. ഗൈസ് സ്റ്റോപ്പ്. ഈ അടി നമ്മൾ നോക്കി ഡാഡിക്ക് ഒപ്പം കൊണ്ടുപോയി.
Oppan Gangnam Style. Gangnam Style. Oppan Gangnam Style. Gangnam Style. Oppan Gangnam Style. Hey, sexy lady. Oppan Gangnam Style. Hey, sexy lady. Being on, Korean 나는 너. Baby, baby, 나는 more 좀 아는 너. Being on, Korean 나는 너. Baby, baby, 나는 more 좀 아는 너. 오빤 강남 스타일. Sexy lady. 오빤 강남 스타일. Sexy lady. 오빤 강남 스타일. അളിയ ഇത് വേണോ? റയാനോടൊന്നും ഇന്ത്യന്റെ രാവിലെ കിട്ടിയത്. ഇതോടായ ആ റോഷൻ നമ്മളെ ബാക്കി വെച്ചേക്കത്തില്ല. ഒലത്തും അവനൊന്നും ചെയ്യാൻ പോണില്ല. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. നമുക്ക് പണി തന്നിട്ട് അവന്മാര് മാത്രം അങ്ങനെ ചോദിക്കേണ്ട. അതും ശരിയാ. ഋത്തിക്കിന്റെ അപ്പന്റെ കോളേജ് ആയതുകൊണ്ട് അവന്മാർക്ക് എന്ത് തോന്നിയാസവും കാട്ടാം. നമ്മൾ എന്തെങ്കിലും ചെയ്താ ഡിസ്മിസ്. അവന്മാര് ചെയ്ത എല്ലാത്തിനുമുള്ള പണിയാണ് മോനെ ഇത്. ഇന്ന് രാത്രി ഞാൻ അങ്ങ് അർമാദിക്കും റയാന്റെ കൂടെ. ഇതവൻ കൂട്ടിക്കേണ്ട താമസം അവന്റെ എല്ലാ ബോധവും പോവും. പിന്നെ അവൻ എന്താ ചെയ്യണേന്ന് അവന് പോലും അറിയില്ല. എക്സ്ക്യൂസ് മീ വെയിറ്റർ, ഇത് ഇതാ നിൽക്കുന്ന അവനെ കൊടുക്കും. Excuse me, sir. Drink. എടാ മതി മതി, ഓവറായി. പോരാ, ഒന്നുമേ ഇല്ല. വെയിറ്റ് ഒന്നുകൂടി പോന്നോട്ടെ. Are you okay? It was so fucking hard. I know. എല്ലാവരും കിസ് എടുത്ത് നോക്കി വാ പിടിച്ച് നിക്കല്ലേടാ. റോഷൻ അതിന് ഗേ ആവണമെന്നുണ്ടോ? ഭയായാലും പോരെ. അവനായി അവന്റെ പാടായി. ഇനി റോഷനെ നോക്കണ്ട. ഞാൻ പോണു, നീ വരണ്ടെങ്കി വാ. അങ്ങനെ അങ്ങ് പോയാലോ? അലൻ കയ്യട്. ചേട്ടനൊന്ന് തൊട്ടപ്പോഴേക്കും നീ ഇങ്ങനെ പൊള്ളല്ലേടാ. നമ്മക്ക് ഈ നൈറ്റ് എന്ന് ഒരു മാച്ച് വെച്ച് പൊളിക്കണ്ടേ? അത് ഞാൻ പൊളിച്ചു തന്നാ മതിയോടാ. ഋത്വിക്കേ, നീ വയ്യാന്ന് നമുക്കറിയാം. വേണമെങ്കിൽ ഒന്ന് ഷെയർ ഇടാം. ഋതു ഇവിടെ ഇവനെ പോലെയുള്ള ലോ ക്ലാസ്സിനോട് അടിയുണ്ടാക്കാൻ നിൽക്കണ്ട. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലേ, അത് നടന്നിരിക്കും.
വേണ്ടാന്ന് വെക്കുമ്പോ നീയൊന്നും സമ്മതിക്കത്തില്ല അല്ലേ? ഋത്വി, ലെറ്റ്സ് ഗോ. ഞാൻ എടുത്തോളാട്ടോടെ തേണ്ടി. ഹലോ. എണീച്ചില്ലടാ ഇതുവരെ? ഇന്നലെ നൈറ്റ് എപ്പടി ഉണ്ടായിരുന്നളിയാ? What the fuck? നീ എണീച്ചില്ലാന്ന് തോന്നി, അതാ വിളിച്ചെണീപ്പിച്ച. ഞാൻ എന്താ വരുന്നു. അടിയ പയ്യെ വന്നാ മതി, ധൃതിയൊന്നുമല്ല. പുറത്തേണ്ടി ഇങ്ങനെ എണീക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയാലും മുങ്ങണം. റോഷന്റെ ഒക്കെ ഒരു ഭാഗ്യം. ഹായ് ബേബി, പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ഇൻട്രസ്റ്റ് പറയണം. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. പറയുന്ന ഇഷ്ടമല്ല അങ്ങനെ പറയുന്നു. അപ്പൊ കിട്ടാനുള്ളതൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമ്മക്കങ്ങ് പോയാലാ? ഓഫ് കോഴ്സ്, വൈ നോട്ട്? Boss, Leo is here. ബോസ് അവനോട് ഇരിപ്പുണ്ട്. Any last words? അഹങ്കാരം, അതും ലിയോനോട്. ഷാൻ, ഇത്രയും ധൈര്യമുള്ളവരൊക്കെ ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ടെങ്ങനെ തീർക്കുക? അത് അവർക്കും എനിക്കും ഒരു അപമാനല്ലേ. സോ ചേഞ്ച് ഓഫ് പ്ലാൻസ്. നീ സ്പെഷ്യൽ ഗസ്റ്റുകൾ കൊടുക്കുന്ന ആ സ്പെഷ്യൽ ഗിഫ്റ്റിംഗ് എടുക്ക്. സർ കുറച്ച് സ്പെഷ്യലാ, ഇത് പൊളിക്കും. ഇതാ ബോസ്. And you guys wait outside. Okay, boss. അവന് അങ്ങനെ തന്നെ വേണം. ഇവനെയൊക്കെ ടോർച്ചർ ചെയ്ത് കൊല്ലണം. അതെ, കൂടെ നിന്ന് ചതിച്ച തേണ്ടിയാവൻ. ഇനിയുള്ള എല്ലാ അവന്മാർക്കും ഇതൊരു പാടായിരിക്കണം. ബോസിനെ കാണുമ്പോ എല്ലാത്തിന്റെയും മുട്ട് ഇറക്കണം. ഇല്ലേ വിറപ്പിക്കും നമ്മൾ. ആഹാ, കട്ടച്ചോരയില് കുളിച്ചിരിക്കണ നോക്കിക്കേ, എന്താ ഒരു ഐശ്വര്യം. ഇതാണ് ലിയോ. ബോസ്, ലിയോ ബോസ്. Rest in peace. So students,
ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ വർക്കിംഗ് ഓഫ്. മാമിന്റെ കെട്ടിയോൻ ഏതോ ജിമ്മിലെ കോച്ചാണെന്നാ പറഞ്ഞു കേട്ടെ. കർത്താവ് ഇതും കിട്ടിയ എന്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു. സാറില്ല, ഇനിയും ഗസ്റ്റ് ലെക്ചേഴ്സ് വരുമല്ലോ, അപ്പൊ നോക്കാം. അതിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അളിയാ ശ്വേത മിസ്സിന് ശ്രദ്ധിച്ച ഞാനും കണ്ടില്ല. മണിന്റെ ശ്രദ്ധ ഈയിടെയായിട്ട് ക്ലാസ്സിലാണോ? തിണ്ടി, ഒരബദ്ധം പറ്റുന്ന നീ ഊറ്റിപ്പാടിട്ടൊക്കെ ഇളക്കല്ലേ. അളിയ ഇതുപോലുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങളാണ് വലിയ ജീവിതത്തിലേക്കുള്ള മത തുറക്കുന്നത്. ഋത്വിക്, എന്താ അവിടെ? ഇതൊരു ക്ലാസ് അല്ലേ? ഗെറ്റ് ഔട്ട്. റോഷൻ, ഋത്വിക്, റയാൻ, 3 പേരും ഔട്ട്. സോറി മിസ്. ഞാൻ എന്ത് ചെയ്തട്ടാ? അളിയോ, ഇങ്ങടീച്ച് പോരെ. തെണ്ടുകൾ സ്വയം പണി വാങ്ങുന്നതും പോലെ ബാക്കിയുള്ളവരും കൂടി ചൂണ്ടിട്ട് പിടിച്ചു തരുക. ഓ, മിസ് കിട്ടിയതാന്ന് പറഞ്ഞപ്പോ എന്റെ ഇൻട്രസ്റ്റ് പോയി. എനിക്കല്ലേലും ഉറക്കം വന്നിരിക്കുകയായിരുന്നു. നമുക്കെന്നാ ഒരു സിനിമയ്ക്ക് പോയാലാ? ഇപ്പോഴാ? ആ, എന്നായാലും ക്ലാസ്സിൽ നിന്ന് പുറത്താൻ ഒരു പണിയില്ല. ഇപ്പൊ മാടി ചെന്നാ ഷോ തുടങ്ങണതിന് മുമ്പ് വേണം. ആ, എന്നാ പോവാ. എന്താണ് റോഷ, നീ വരണില്ലേ? ഞാൻ എന്നായാലും ഉണ്ട്, അത് ചോദിക്കാണ്ട് തന്നെ നിനക്ക് അറിയാവുന്നല്ലേ. ഗൈസ്, നിങ്ങൾ വെക്കോ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ടുട്ടു, ടാർഗറ്റ് മിസ്സായി. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവൻ പെട്ടെന്ന് ഇവിടെ പോയി. എക്സ്ക്യൂസ് മീ. ഷിറ്റ്, വി ആർ ട്രാപ്ഡ്. ചേട്ടന്മാര് എന്നെയാണോ നോക്കുന്നത്? അയ്യോ, താനാരാ? ഞങ്ങള് സിനിമ കാണാൻ പോവാ അല്ലടാ ടുട്ടു? അതെ, ഞാനും കുട്ടും കൂടി സിനിമയ്ക്ക് പോവായിരുന്നു. അയ്യോ, അപ്പൊ എനിക്കാള് മാറിയതായിരിക്കും അല്ലയോ? ഓഫ്കോഴ്സ്, 100% ഷുവർ ആള് മാറിയതാ. എന്നാ ഞങ്ങളങ്ങോട്ട് അങ്ങനെ അങ്ങ് പോയാലോ? ഇവരെന്തി കാണിക്കുന്നേ? എന്ന് വിട്. മിണ്ടാണ്ടിരിക്കടാവൂല്ലേ? നീ അവിടെ എന്നാ ചെയ്യോ? അറിവില്ലേ? ദാ വരുന്നു. റോഷൻ വന്നില്ലല്ലോ. നിക്ക് വിളിച്ചു നോക്കട്ടെ. ആളിയാ, അവൻ മുങ്ങി. എങ്ങോട്ട്? അതെനിക്കറിയോ. അവന് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടു. ഷെഡോയ്, അവൻ ഈ ലാസ്റ്റ് മൊമെന്റ് കാല് മരണ പരിപാടി ഇതുവരെ നിർത്താറായില്ലേ? ആ, നമ്മളിനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് സിനിമ തുടങ്ങാറായി. അവൻ എന്റെ കമ്പില്ലാരും പറഞ്ഞ് പോയിക്കാറ്. ആരാ ഈ പറയുന്നേ? എടാ, എനിക്ക് സിനിമയിലേക്കാളും വലുതൊന്നും ഇല്ലടാ പെണ്ണ്. നിങ്ങൾക്കൊന്നും ഞാൻ ആരാണെന്ന് അറിയാത്തോണ്ടാ. അഴിച്ചു വിടടാ തെണ്ടികളെ. എടാ ടുട്ടു, ദേ എനിക്ക് ദേഷ്യം പറഞ്ഞു കേട്ടോ. ഇവൻ കൊറേ നേരം ആയല്ലോ. എന്റെ പൊന്നു കുട്ടു, നീ അടങ്ങ്. ബോസ് നീ എത്തിക്കോട്ടെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ ടുട്ടു. ബോസ് അങ്ങ് കറക്റ്റ് ടൈമിങ്ങിന് വന്നില്ലായിരുന്നേ, നമുക്കിവന് മിസ്സായേനെ. അത് ശരിയാ, നമ്മുടെ കൊല നടന്നേനെ. എന്തായി, അവനടങ്ങിയോ? ആണാണ് ഒഴിച്ചു വിടടാ. ഇവനാള് കൊള്ളാലോ. ഇവന്റെ വായിൽ വല്ല പഴവും കുത്തി കേട്ടേണ്ടതായിരുന്നു. അത് ബോസ് ചെയ്തോളും, നീ മിണ്ടാണ്ടിരി. എന്റെ അണുത്തം ഞാനൊന്നോടെയും തെളിയിക്കണം. താനോ? എന്തു പറ്റി? ആകെ ഒരു ഷോക്ക് എക്സ്പ്രഷൻ. ബേബി ബോയ്,
എന്നെ തീരെ അങ്ങ് എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? താൻ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നേ? തനിക്ക് എന്ത് വേണം? എന്താവശ്യം പറഞ്ഞാലും ബേബ് സാധിച്ചു തരൂ. കർത്താവേ, ഇത് കുരിശാവോ? ബേബ് എന്താ ഒന്നും മിണ്ടാത്തേ? ആ നൈറ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ സ്വഭാവത്തോടെ അല്ലായിരുന്നു. ഓ റൈറ്റ്, അതുകൊണ്ടാണ് ഞാൻ ബേബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെ. നമുക്ക് സ്വബോധത്തോടെ ഒന്ന് ചെയ്യണ്ടേ? ബേബിനെ എനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടായി, എസ്പെഷ്യലി യുവർ ബോഡി. എടോ, താൻ വിചാരിക്കുന്ന ടൈപ്പ് ആളല്ല ഞാൻ. No, no, no. You're the exact type that I want. എടോ, ഞാൻ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ആണ്, ഗേ അല്ല. അതെനിക്ക് ലാസ്റ്റ് നൈറ്റ് മനസ്സിലായിരുന്നു. Oh, babe. Well done. I'm impressed. ഓ, ഇനി താൻ എന്നെ ബേബ് കൂവെന്നെങ്ങാനും വിളിച്ചാ? വിളിച്ച എന്റെ ബേബി പോയി എന്ത് ചെയ്യും? Now, put your guns down. തന്റെ ഈ സെറ്റപ്പും നോക്കും കണ്ട് പേടിക്കുന്ന പലരെയും താൻ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ ലിസ്റ്റിൽ കൂട്ടണ്ട. എന്റെ ബേബിക്ക് വേണ്ടി ഞാൻ വേറെ കണ്ണി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് don't worry. ഓ, ഇയാളെ ഞാൻ. അയ്യോ, എന്റെ ബേബിക്ക് ദേഷ്യം വരുന്നുണ്ടോ? തനിക്ക് എന്താ വേണ്ടേ? കുറെ നേരമായി മനുഷ്യ സഹിക്കുന്നു. A deal just between us. അന്നത്തെ നൈറ്റ് പോലെ ബേബ് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ആൻഡ് അതിന് പകരം ബേബിന് എന്തും ചോദിക്കാം. What the hell? താൻ എന്താ പറയുന്നത്? തനിക്ക് വല്ല ബോധമുണ്ടോ? Yes, of course. You will be my sex partner. തന്റെ പാർട്ട്ണർ ആവാൻ എനിക്ക് താല്പര്യമില്ല. You think that matters? യാ, ഇറ്റ് മാറ്റേഴ്സ്. അതുകൊണ്ട് താൻ വേറൊരാളെ നോക്കുന്നതായിരിക്കും ബെറ്റർ. എനിക്ക് ബേബിനാണ് വേണ്ടത്, ബേബിനെ മാത്രം. തന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കലല്ല എന്റെ പണി. ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? Let him go, Kai. പിന്നെ ബേബ് ഇപ്പൊ പൊക്കോ, ബട്ട് എന്റെ ഓഫർ മറക്കണ്ട. ബോസ്, ഇവനൊരു നടക്ക് പോകുന്ന ലക്ഷണം ഇല്ലല്ലോ. I like challenges. പിന്നെ എന്റെ പയ്യന് കുറച്ച് ധൈര്യമൊക്കെ വേണമെന്നേ. ബോസിന് അവനോട് ശരിക്കും ഫീലിങ്സ് ഉണ്ടോ? No, it's just lust. വെറും lust, nothing more. ബോസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രഗ്സ് മിക്സ് ചെയ്ത് അവനെ മാൻഷനിൽ എത്തിക്കാം, എന്നിട്ട് അവനെ റൂമിൽ ലോക്ക് ചെയ്തിട്ടാ പോരെ. സോ സിമ്പിൾ. നോ, എനിക്ക് അവന് ഡ്രഗ്സ് ഇല്ലാണ്ട് വേണം കായ്. അവൻ എങ്ങനാണോ അങ്ങനെ തന്നെ, അതിലെ ഒരു ത്രില്ലുള്ളൂ. ബോസ്, he is not an easy prey. But I'm the best predator. അവൻ എന്റെ കയ്യിൽ തന്നെ വന്ന് അവസാനിക്കും. ഇന്നൊരു ദിവസം കൂടി ലീവ് എടുക്കായിരുന്നു. ലീവനെ പേടിച്ച് വീട്ടിലിരിക്കുവായിരുന്നു എന്ന് പറയുന്നതാ ബെറ്റർ. ഓടതന്റെ അങ്ങേര് മാഫിയാണെന്ന് ഞാൻ അറിഞ്ഞോ? ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകും എന്നൊന്നും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സ്വയം ഒരുക്കി വെച്ചല്ലേ ആലിയ, അങ്ങ് അനുഭവിക്കാളിയ. നീയൊക്കെ ഒരു നല്ലനാണോടാ? അല്ല, Hey baby boy. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങയുടെ വോയിസ് വരെ ഹാലുസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അയ്യോ, എനിക്ക് അപ്പോ എങ്ങനെ ഇന്ന് നൈറ്റ്? എന്റെ വീട്ടിലോ അതോ ബേബിയുടെ വീട്ടിലോ? നമ്മൾ പാർട്ട്നേഴ്സ് ആണെന്നുള്ള കാര്യം ബേബി പോയി മറന്നുപോയോ? ആഹാ, അപ്പൊ അവിടം വരെയൊക്കെ ആയില്ലേ കാര്യങ്ങൾ. എടാ, അങ്ങനല്ല. വേണ്ടാ, ഇനി ഒന്നും പറയണ്ട. ബോസ്, നിങ്ങളൊന്നും ചെയ്തു നല്ല മെച്ചുണ്ട്. പെട്രോൾ പണിക്കാൻ വയ്യാത്തോണ്ട് ഇന്നുള്ളവനൊന്ന് പോയേക്കുക. പോയി. അപ്പൊ എങ്ങനാ, നമുക്കങ്ങ് പോയാലോ? എനിക്കാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്.
അത് തീരെ ഇഷ്ടമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെ വീണ്ടും പറയാനുള്ളൂ. എനിക്ക് തീരെ താല്പര്യം ഇല്ല. താൻ വേറെ ആരെങ്കിലും നോക്ക്. വേറെ ആരെയും എനിക്ക് വേണ്ടെങ്കിലോ? എന്റെ പൊന്നോ, ഇത് ഭയങ്കര ശല്യമായല്ലോ. എന്താണെന്നറിയില്ല. The more you resist, the more I want you. എന്നാ കേട്ടോ, തനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഇതുവരെ കണ്ണുവെച്ചതൊന്നും കിട്ടാണ്ട് പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം ലിയോണാർഡോസിനില്ല. എന്നാ അങ്ങനെ ഒരു ചരിത്രം ഞാൻ തന്നെ തുടങ്ങാം. ബേബിയുടെ മനസ്സ് മാറ്റാൻ ഞാനൊരു ഓഫർ കൂടി തരാം. എന്ത് ഓഫർ? പ്രൈസ്. പ്രൈസ്? താൻ എന്താ ഉദ്ദേശിച്ചേ? പ്രൈസ് പെർ ഡേ എത്ര വേണമെന്ന്. ഇനി മണിക്കൂറുകൾക്കാണെങ്കിലും എനിക്കത് ഓക്കെയാ. So tell me, what's your price? 10,000? 20,000? How about 50? ഇനിയും വേണോ? ഇത് താൻ ചോദിച്ചു വാങ്ങിയതാ. ഇപ്പൊ നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്ക് അറിയില്ല. നെക്സ്റ്റ് ടൈം നീ എന്നെ തേടി വരും ആൻഡ് ഈ ഓഫറിൽ സമ്മതിക്കൂ. അതുമുൻ ദിവസപ്നം കണ്ടുകൊണ്ടിരുന്നാ മതി. അത് നമുക്ക് കാണാം. ഓ, 2 ദിവസമായിട്ട് ലീവിടെ പൊടി പോലും ഇല്ല. ശല്യം ഒഴിഞ്ഞാന്നാ തോന്നുന്നു. എടാ, നമുക്ക് വല്ല ട്രിപ്പും പോയാലോ? അതൊന്നും പറ്റൂല. നാളെ ഇനി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഉള്ളതാ. അയ്യോ, പറഞ്ഞ പോലെ അതുണ്ടല്ലോ. ഇത്തവണയും നമുക്ക് തന്നെ കപ്പ് അടിക്കണല്ലോ അളിയാ. നമ്മള് 3 ഒന്നിച്ച് നിന്നാ പൊങ്ങാത്ത കപ്പ് ഉണ്ടോ? അത് പോയിന്റ്. അലക്സ, ചേട്ടന് പോയി സൊല്ലിട്ട് വാ. പോടാ വേണ്ടി. നീ സിംഗിൾ ആയതിന്റെ അസൂയാണ് നിനക്ക്. അസൂയ. നീ ഇവിടെ കിടന്ന് ചൊറിയും. ഞാൻ പോയി സൊല്ലിട്ട് വരാം. എന്നാലും എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെ? നീ ജിസുവിനെ വിളിക്കാൻ നടന്നിട്ട് എന്തായി? അവള് അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ. എന്നാ നമുക്ക് വല്ല ചെക്കന്മാരെ ട്രൈ ചെയ്താലോ? ഓ, ഞാനില്ല ട്രൈ ചെയ്യുന്നത്. And still why? Why not? Why? വീണ്ടും ഇട്ടിരിക്കുന്നു. അതിനും വേണ്ടടാ ഒരു ഭാഗ്യം. ഓടാ വേണ്ടി. ഗൈസ്, അലക്സ ബിസിനസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. സോ കോളേജിലേക്ക് നേരെ വരാന്ന് പറഞ്ഞു. എന്നാ ഞാൻ പോയി എന്റെ മുഖം കാണിച്ചിട്ട് വരാം. ബൈ ബൈ. എനിക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട. ശ്ശോ, എന്നാലും ലിയോ ഉണ്ടല്ലോ അളിയാ. വിണ്ടരുത്. നീയും കൂടെ പ്രാസന ഇറക്കാനുള്ളൂ. ഓരോരുത്തന്മാര് ഓരോന്നിന്റെ പുറകെ പൊക്കും. ഇവിടെ ഒരുത്തൻ സിംഗിളായി നടക്കുന്നു എന്ന് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ട്? ഇല്ല. ചേട്ടനെ നോക്കിക്കേ. Oh my god. Savage. He's so hot and also so cute. ഞാൻ എന്റെ സോൾമേറ്റിനെ കണ്ടുപിടിച്ചു ഗൈസ്. എക്സ്ക്യൂസ് മീ, ഹിസ് മൈൻ. ഒരുപാട് അങ്ങ് നോക്കണ്ട. ഹേ ബേബ്. Babe? ഓ, അതവര് കേൾക്കാൻ. But I like it. Love. ഇനി എന്താണ് മാഷെ പ്ലാൻ? A small date with my boyfriend. ഡേറ്റ്? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗേൾസ് ഇപ്പോഴും നോക്കുന്നുണ്ട്. അവർക്ക് ഞാൻ എന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന് വിശ്വാസമില്ലെന്ന് തോന്നുന്നു.
ഇവർക്കുള്ള മറുപടി അങ്ങനെയല്ല കൊടുക്കണ്ടേ, ദാ ഇങ്ങനെ. ഈ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട്, എന്നിട്ട് എന്താ എല്ലാവരെയും കണ്ട എന്റെ ബോയ്ഫ്രണ്ടിനെ വേണം? But I'm yours, baby. പിന്നെന്താ പ്രോബ്ലം? Yeah, that's right. 1 minute, love. ബ്രദറാ, ഞാൻ ഈ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. Okay. ഹലോ. I need your help. യാ, പറ. You need to kidnap someone. സിമ്പിൾ. ആരാ? Ryan.